ഇതിൽ 12ാമത്തെ പേജിൽ ഇവിടെ 38 കഴിഞ്ഞിട്ട് പിന്നെ 12 എന്നുള്ള പേജാണ് വന്നേക്കുന്നത്. അത് ഇതിൽ എടുത്തു വെച്ചത് പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. പക്ഷേ ആൻസർ ഓരോന്നിനും ഓരോ ക്വസ്റ്റിനും ഓരോ ആൻസർ കൊടുത്തിട്ടുണ്ട്. അതാണ് ചോദ്യം. ഇതാണ്, ആഷാഢ് കാ എക് ദിൻ നാടക കി ഐതിഹാസികത പർ വിചാർ കീജിയെ. ഈ നാടകം ചരിത്രപരമായിട്ട് ബന്ധമുള്ളതാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുക എന്നാണ്. ഈ നാടകം ചരിത്ര നാടകമാണോ എന്നുള്ളത് വ്യക്തമാക്കുക എന്നാണ്. മോഹൻ രാകേഷ് കാ ഉദ്ദേശ്യ ഐതിഹാസിക് നാടക് ലിഖ്ന നഹി താ. മോഹൻ രാകേഷിൻ്റെ ലക്ഷ്യം ഒരു ചരിത്ര നാടകം എഴുതുക എന്നുള്ളതല്ല ആയിരുന്നില്ല. വേ ഐതിഹാസിക് നാടകവുമേം ഗിനെ നഹീ ജാത്തെ. ഇദ്ദേഹത്തെ ഒരിക്കലും ഒരു ചരിത്ര നാടകകാരൻ, ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ എഴുതുന്ന വ്യക്തിയാണ് എന്ന് നമുക്ക് ഇദ്ദേഹത്തെ കണക്കാക്കാൻ പറ്റില്ല. ഇപ്പം ജയശങ്കർ പ്രസാദ് എന്നുള്ള നാടകകൃത്തിനെ നമുക്ക് ചരിത്ര നാടകകൃത്ത് എന്നൊക്കെ പറയാം. പക്ഷേ ഇദ്ദേഹം ഒരിക്കലും ഒരു ചരിത്ര നാടകകൃത്തായിരുന്നില്ല. പ്രസ്തുത നാടക के द्वारा अपने कुछ विचारों को अभिव्यक्ति देना उनका उद्देश्य था. ഈ നാടകത്തിലൂടെ ലേഖകന് ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചില വിശ്വാസങ്ങൾ, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചില ചിന്തകൾ, അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. സ്വതന്ത്ര ലേഖക് राज्य सम्मान में लेखक और शासक के रूप में लेखक जैसे लेखक के व्यक्तित्व को महाकवि कालिदास के माध्यम से युगानुकूल परखने विश्लेषण करने का प्रयास प्रकृत नाटक के द्वारा हुआ है. സ്വതന്ത്ര ലേഖക്, സ്വതന്ത്രമായിട്ടൊരു എഴുത്തുകാരൻ എഴുതാനും, അതുപോലെ രാജ്യസമ്മാനമേം ലേഖക് और शासक के रूप में लेखक, രാജ്യസമ്മാനമേം രാജ്യം ആദരിച്ച ഒരു ലേഖകൻ, രാജ്യം ആദരിച്ച ഒരു ലേഖകനും, അതുപോലെ ഭരണാധികാരിയായിട്ടുള്ള ലേഖകനും പോലെ ഉള്ള ആൾക്കാരുടെ വ്യക്തിത്വത്തെ മഹാകവി കാളിദാസനിലൂടെ ഈ കാലഘട്ടത്തിന് അനുസരിച്ച് പരിശോധിക്കാനും വിശകലനം ചെയ്യാനുമുള്ള ഒരു ശ്രമമാണ് ഈ നാടകത്തിലൂടെ നടത്തിയിരിക്കുന്നത്. ആദ്യം സാധാരണയായിട്ടുള്ള ഒരു കവി സ്വതന്ത്രനായിട്ട് എഴുതിക്കൊണ്ടിരുന്നു. പിന്നെ അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ ആദരവ് കിട്ടി. അപ്പോഴും അദ്ദേഹം എഴുതാൻ തുടങ്ങി. പിന്നെ ഭരണാധികാരിയായപ്പോഴത്തേക്കും എഴുതാൻ തുടങ്ങി. ഇങ്ങനെ മൂന്ന് തലങ്ങളിൽ ലേഖകൻ എത്തപ്പെട്ടപ്പോൾ ലേഖകൻ്റെ വ്യക്തിത്വം എന്തായി മാറി? അത് കാളിദാസൻ്റെ സ്വഭാവത്തിലൂടെ, അല്ലെങ്കിൽ മഹാകവി കാളിദാസനിലൂടെ ഈ കാലഘട്ടത്തിന് അനുകൂലമായിട്ട് മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനുമുള്ള ശ്രമമാണ് ഈ നാടകത്തിലൂടെ നടന്നത്. കാളിദാസ് ഐതിഹാസിക പുരുഷഹേ. കാളിദാസ് എന്നുള്ളത് ഒരു ചരിത്ര പുരുഷനാണ്. ഉൻകി ജീവനി കെ ലിയെ ജനശ്രുതിയോ കാ അവലംബൻ ലേന പड़ता है. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെ മനസ്സിലാക്കാൻ, അദ്ദേഹത്തിൻ്റെ ജീവിതം മനസ്സിലാക്കാനായിട്ട് ജനശ്രുതികളെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ജനശ്രുതികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് ഓരോ പുസ്തകത്തിലൊക്കെ പറയുന്നതും ജനങ്ങൾ പറഞ്ഞ് കേട്ടുള്ള അറിവും ഒക്കെ ആശ്രയിച്ചിട്ടാണ് ഒരുപക്ഷെ കാളിദാസനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. കാരണം കാളിദാസനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊന്നും പല സ്ഥലങ്ങളിലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറേയൊക്കെ കേട്ടറിഞ്ഞ കഥകളായിരിക്കും. കവി और നാടകക്കാർ കാളിദാസ് को आधार बनाया गया है जो औचित्यपूर्ण हुआ है. കവിയായിട്ടും ഒരു നാടകകൃത്തായിട്ടുമുള്ള കാളിദാസിനെ ആസ്പദമാക്കിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇത് ഉചിതം തന്നെയാണ്. इस नाटक के 12 पात्रों में कालिदास को छोड़ कोई भी ऐतिहासिक नहीं होता. ഈ നാടകത്തിൽ 12 കഥാപാത്രങ്ങളോളം ഉണ്ട്. അതിൽ കാളിദാസിനെ ഒഴിഞ്ഞ് ബാക്കിയൊന്നും ചരിത്ര കഥാപാത്രങ്ങൾ അല്ല. മല്ലിക, അംബിക ജൈസെ പാത്ര മുഖ്യ കഥാഗതി കോ ആകെ പഠിനെ മേ സഹായക് രഹനെ വാലെ കൽപ്പിത പാത്ര ഹെ. ഇതിലുള്ള കാളിദാസൻ്റെ പ്രേയസിയായിട്ടുള്ള മല്ലിക
പിന്നെ മല്ലികയുടെ അമ്മയായിട്ടുള്ള അംബിക, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ മുഖ്യ കഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്ന വെറും കൽപ്പിതമായിട്ടുള്ള ഭാവനയിലുള്ള കഥാപാത്രങ്ങൾ മാത്രമാണ്. ഇവരാരും ചരിത്ര കഥാപാത്രങ്ങൾ അല്ല. പക്ഷെ കാളിദാസൻ ചരിത്ര പിന്നെ കഥാപാത്രം തന്നെയാണ്. പ്രസ്തുത നാടകോ കൈ ദൃഷ്ടിയും സെ ഐതിഹാസിക് മാന്യ സമീചീൻ നഹി ഹോത്ത. പല രീതിയിൽ നോക്കിയാലും ഇതിനെ ഒരു ചരിത്ര നാടകമായിട്ട് കണക്കാക്കുന്നത് ഉചിതമായിരിക്കില്ല. പരന്തു ഫിർ ഭി ഇസ്കോ ഐതിഹാസിക് നാടക ആഭാസ് മില ഹെ. എന്നാലും നമുക്കിത് വായിച്ചു നോക്കിയാൽ ഇതൊരു ചരിത്ര നാടകമായിട്ടുള്ള ഒരു തോന്നലുണ്ടാകും. ആഭാസ് എന്ന് പറഞ്ഞാൽ ഒരു തോന്നൽ, ഫീലിങ്സ്. നാടക് പർ ഏക ശങ്ക ഹോത്തി ഹെ കി യഹ് ഐതിഹാസിക് ഹെ. നാടകം വായിക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നും, എന്താണ്, ഇതൊരു ചരിത്ര നാടകമാണെന്ന്. മോഹൻ രാകേഷ് കി പ്രഖർ പ്രതിഭ ഇസ് ഭ്രം കാ മുഖ്യ കാരൺ ഹെ. മോഹൻ രാകേഷിൻ്റെ, ലേഖകൻ്റെ തീക്ഷ്ണമായിട്ടുള്ള പ്രതിഭാശക്തി ആണ് ഈ തോന്നലിന് മുഖ്യ കാരണം. അദ്ദേഹത്തിൻ്റെ ആ കഴിവുകൊണ്ടാണ് ഇതിനെ ഒരു ചരിത്ര നാടകം പോലെ നമുക്ക് തോന്നുന്നത്. पहले ही हम कह चुके हैं कि आषाढ़ का एक दिन कालिदास की जीवनी की कुछ घटनाओं के आधार पर लिखा गया है. നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ആഷാഢ് കാ ഏക് ദിൻ നാടകം കാളിദാസന്റെ ജീവിതത്തിലെ ചില സംഭവങ്ങളെ ആസ്പദമാക്കി എഴുതപ്പെട്ടതാണ്. ഇൻ ഘടനാവും കേലിയെ, ഓയാണ് എഴുതുക കേട്ടോ, ഓ അല്ല, വാ അല്ല. ഇൻ ഘടനാവും കേലിയെ ഐതിഹാസിക ആധാർ പൂട്ടിന വർദ്ധകെ. ഇപ്പോൾ കാളിദാസന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇത് എഴുതിയത് എങ്കിലും ഈ സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു ചരിത്രപരമായിട്ടുള്ള അടിത്തറയുമില്ല. ചരിത്രപരമായിട്ടുള്ള അടിത്തറ തിരയുക എന്നുള്ളത് വ്യർത്ഥമായിട്ടുള്ള കാര്യമാണ്, അത് അനാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാളിദാസിനെ അനേക കിംവദന്തിയോം സെ ലാഭുടായ ഹെ. അല്ല, നാടകക്കാരനെ അനേക കിംവദന്തിയോം സെ ലാഭുടായ ഹെ. മറ്റാൾക്കാർ പറഞ്ഞു കേട്ട ഒരുപാട് കാര്യങ്ങളെ നാടകകൃത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കാളിദാസ് കാ അഭാവഗ്രസ്ത് ഹോന. കാളിദാസൻ ദാരിദ്ര്യാവസ്ഥയിൽ കഴിഞ്ഞതും. പാതുരോം എന്നാണ് എഴുതിയിരിക്കുന്നത് അവിടെ. ആരാണ്? മറ്റേ മാതുലാണ് കേട്ടോ. മാതുൽക്കെ സംഗ്രഹിന. എന്താണ് ഇവിടെ പാതുരോ എന്നുള്ള വിട്ടിട്ട് അത് മാതുലാണ് കേട്ടോ. മാതുൽക്കെ സംഗ്രഹിന, തൻ്റെ അമ്മാവനോടൊപ്പം കഴിയുക. ഉജ്ജയിനിക്ക രാജ്യസമ്മാൻ പ്രാപ്ത് കന്ന. പിന്നെ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താണ്, ഉജ്ജയിനിയിലുള്ള ഉജ്ജയിനി രാജ്യത്തിൻ്റെ ആദരവ് ലഭിക്കുക, രാജകവിയായിട്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ രാജകവിയായിട്ട് സ്ഥാനം കൊടുക്കുക. രാജകന്യാസെ പരിണയി, അങ്ങനെ രാജകുമാരി പ്രിയങ്കമഞ്ചരിയുമായിട്ടുള്ള പരിണയം. അവർ ഹിമാലയ പ്രസ്ഥാൻ, പിന്നെന്ത് ചെയ്യുന്നു, ഹിമാലയത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കാശ്മീരിലേക്ക് പോകുന്നു. ഇതൊക്കെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഇസ് നാടക കി രചന മേ മോഹൻ രാകേഷിനെ ഇൻ സാമഗ്രിയും കാ ഉപयोग किया है. ഈ നാടകത്തിൻ്റെ രചനയിൽ മോഹൻ രാകേഷ് ഇത്തരത്തിലുള്ള മെറ്റീരിയൽസിനാണ്, ഈ കേട്ടുകേൾവി പറഞ്ഞതും അറിഞ്ഞതുമായിട്ടുള്ള ഈ കാര്യങ്ങളാണ് ഇതിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. इसलिए नाटक का ऐतिहासिक पक्ष अधिक प्रबल हुआ है. അതുകൊണ്ട് അത് കാണുമ്പോൾ നാടകത്തിൻ്റെ ചരിത്രപക്ഷം, ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ മോളിൽ പറഞ്ഞത്, ആ ചരിത്രപക്ഷം കുറച്ച് പ്രബലമാണ്. ഉന്നോനെ രാജ്യസഭയ്ക്ക് ചടാബടായി. ഇദ്ദേഹം രാജ്യസഭയുടെ ശോഭ വർദ്ധിപ്പിച്ച ആളാണ്. എന്ന് പറഞ്ഞാൽ കാളിദാസനിലൂടെ ഉജ്ജയിനി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പകിട്ട്, അതിൻ്റെ പ്രശസ്തി ഒന്നുകൂടി കൂടിയിരുന്നു. पर यह वाद തർക്കസമ്മത് സിദ്ധ നഹി ഹോത്താ കി ഉന്നോനെ രാജനീതി മേ ഭാഗ് ലിയ. പക്ഷെ എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ പങ്കെടുത്തു എന്നും. ശാസക് ബൻകർ കാശ്മീർ ഗയെ, അദ്ദേഹം ഭരണാധികാരിയായിട്ട് കാശ്മീരിൽ പോയി എന്നും അതൊന്നും മറ്റെവിടെയും പറഞ്ഞിട്ടുമില്ല. മനസ്സിലായല്ലോ, അദ്ദേഹം ഉജ്ജയിനി രാജ്യത്തിലെ രാജകവിയായിരുന്നു എന്നുള്ളത് തർക്കത്തിനതീതമാണ്. പക്ഷെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ, രാജ്യകാര്യങ്ങളിൽ പങ്കെടുത്തു എന്നും ഭരണാധികാരിയായിട്ട് കാശ്മീരിൽ പോയി എന്നൊക്കെ പറയുന്നത് വെറും ഊഹാപോഹങ്ങൾ മാത്രമായിരുന്നു. ഫിർ രാജനീതി സെ ഊബ് ഉഠേ. പിന്നെ അദ്ദേഹം രാഷ്ട്രീയം മടുത്തു. ഭരണാധികാരിയായിട്ട് കാശ്മീരിൽ ഇരുന്നപ്പോൾ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് മടുപ്പുണ്ടായി. അവർ ജീവൻ കെ അന്തിം ദശകവുമേ സന്യാസ് ലേ ലിയ. ജീവിതത്തിൻ്റെ അവസാന ദശകങ്ങളിൽ, അവസാന
വർഷങ്ങളിൽ അദ്ദേഹം സന്യാസം സ്വീകരിച്ചു. പരിണാം സ്വരൂപ വേ കാശികെ, അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, സന്യാസം സ്വീകരിച്ച് കാശിയിലേക്ക് പോവുകയും ചെയ്തു. कालिदास का मातृगुप्त के रूप में नाम परिवर्तन का उल्लेख कहीं भी नहीं मिलता. കാളിദാസൻ മാതൃഗുപ്തൻ എന്നുള്ള പേര് അദ്ദേഹം സ്വീകരിച്ചു. കാളിദാസന്റെ പേര് മാതൃഗുപ്തൻ എന്നുള്ള പേരിൽ മാറപ്പെട്ടു എന്ന് എവിടെയും ചരിത്രത്തിൽ എവിടെയും പറഞ്ഞിട്ടുമില്ല. निश्चित रूप से हम बता नहीं सकते कि मातृगुप्त और कालिदास दोनों एक व्यक्ति के ഭിന്ന നാം ഹെ. വ്യക്തമായിട്ട് നമുക്ക് പറയാനേ പറ്റില്ല ഈ മാതൃഗുപ്തനും കാളിദാസനും ഒരേ വ്യക്തിയുടെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണോ എന്ന്. ऐतिहासिक नाटककार जयशंकर प्रसाद के समान इतिहास की सामग्री का संचय करके नाटक लिखना राकेश का लक्ष्य नहीं था. ചരിത്ര നാടകകൃത്തായിട്ടുള്ള ജയശങ്കർ പ്രസാദിനെ പോലെ ചരിത്രത്തിലുള്ള സാമഗ്രികൾ കളക്ട് ചെയ്തിട്ട് നാടകം എഴുതുക എന്നുള്ളതല്ല മോഹൻ രാകേഷിൻ്റെ ലക്ഷ്യം. कालिदास के माध्यम से वर्तमान की कुछ समस्याओं का समाधान देने का प्रयत्न किया है. കാളിദാസനിലൂടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ചില പ്രശ്നങ്ങളെ അതിലൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ള പ്രയത്നമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഉന്മേ കലാകാർക്ക മാനസിക സംഘർഷ് മുഖ്യ. അതിൽ കലാകാരൻ്റെ മാനസിക സംഘർഷം വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലേ? ഒരു കലാകാരൻ രാജാവിനെ അല്ലെങ്കിൽ ഭരണാധികാരികളെ ആശ്രയിച്ച് ജീവിച്ചാൽ അയാൾക്ക് അയാളുടെ കലാപരമായിട്ടുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകും. അതിലൂടെ കലാകാരന് മാനസിക സംഘർഷം അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയാണ് ഈ നാടകത്തെ എഴുതിയിരിക്കുന്നത്. കൽപ്പിത ഘടനാവും और पात्रों को इतिहास का रंग चढ़ाकर प्रस्तुत करने में वे सफल हुए हैं. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കൽപ്പിത സംഭവങ്ങളെയും ഭാവനയിലുള്ള സംഭവങ്ങളെയും കഥാപാത്രങ്ങളെയും ഒക്കെ ചരിത്രത്തിൻ്റെ നിറം കൊടുത്ത് അവതരിപ്പിക്കുന്നതിൽ നാടകകൃത്ത് വളരെയധികം വിജയം വരിച്ചിരിക്കുന്നു. ഐതിഹാസിക പൃഷ്ഠഭൂമിയും പാത്രവും കാ ചരിത്ര ചിത്രം ഭീ കിയാ ഹെ. ചരിത്ര പശ്ചാത്തലം വച്ചുകൊണ്ട് കഥാപാത്രങ്ങളുടെ സ്വഭാവത്തെ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജിസ്സെ ഐതിഹാസികത और भी स्पष्ट हो जाती है. ഇതിലൂടെ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ചരിത്ര നാടകം ആണ് എന്ന് ഒന്നും കൂടി നമുക്ക് വ്യക്തമാകുന്നു. യഥാർത്ഥത്തിൽ അത് ചരിത്ര നാടകമല്ല, പക്ഷെ ആ ചരിത്ര നാടകമാണ് എന്നൊരു തോന്നൽ ഒന്നും കൂടി നമ്മുടെ മനസ്സിൽ ദൃഢപ്പെടും. फिर भी आषाढ़ का एक दिन ऐतिहासिकता की मात्रा कम और കൽപ്പന ജനിത അംശ അധിക. എന്നാലും നമുക്ക് ചുരുക്കി പറയാം, ആഷാഢ് കാ ഏക് ദിൻ ചരിത്രപരമായിട്ടുള്ള ആശയങ്ങൾ വളരെ കുറവും എന്നാൽ കൽപ്പനാജനിതമായിട്ടുള്ള ഭാഗങ്ങൾ, കൽപ്പന മാത്രം ഭാവനയിൽ മാത്രമുള്ള കാര്യങ്ങളാണ് അതിൽ കൂടുതലും ഉള്ളത്. അപ്പോൾ ഇതിനെ പൂർണ്ണമായിട്ട് ഒരു ചരിത്ര നാടകം എന്ന് പറയാനേ പറ്റില്ല എന്നാണ്. അടുത്തത്, कालिदास के माध्यम से एक साहित्यकार के मानसिक संघर्ष का वर्णन ही മോഹൻ രാകേഷ് ने किया है, स्पष्ट कीजिए. കാളിദാസനിലൂടെ ഒരു സാഹിത്യകാരൻ്റെ മാനസിക സംഘർഷത്തെയാണ് കാളിദാസനിലൂടെ മോഹൻ രാകേഷ് അവതരിപ്പിച്ചിരിക്കുന്നത്. വ്യക്തമാക്കുക. ഇത് നമ്മൾ തൊട്ട് മുകളിലത്തെ ചോദ്യത്തിൽ പറഞ്ഞു, എന്താണ് ഒരു കലാകാരൻ രാജാവിനെ ആശ്രയിച്ചാൽ, ഭരണാധികാരിയുടെ അടിമയായി കഴിഞ്ഞാൽ അയാളുടെ ബുദ്ധിവൈഭവം, അയാളുടെ കവി പ്രതിഭയ്ക്ക് നാശം സംഭവിക്കും. അപ്പോൾ അയാൾക്ക് മാനസിക സംഘർഷം ഉണ്ടാകും എന്ന് പറഞ്ഞല്ലോ. അപ്പം കാളിദാസനിലൂടെ ഒരു സാഹിത്യകാരൻ്റെ മാനസിക സംഘർഷത്തെ മോഹൻ രാകേഷ് എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? അതാണ് ചോദ്യം. आषाढ़ का एक दिन मोहन राकेश का एक उत्कृष्ट नाटक है. ऐतिहासिक पात्र कालिदास के जीवन की कुछ घटनाओं का उल्लेख किया गया है. നാടകത്തിൽ ചരിത്ര കഥാപാത്രമായിട്ടുള്ള കാളിദാസൻ്റെ ജീവിതത്തിലെ ചില സംഭവങ്ങളെ പരാമർശിച്ചിരിക്കുന്നു. കാളിദാസ് കോ ഛോട് ശേഷ സഭി പാത്ര കാൽപ്പനിക ഹോത്തെ ഹെ. കാളിദാസനെ വിട്ടാൽ ബാക്കിയുള്ള എല്ലാ കഥാപാത്രങ്ങളും വെറും ഭാവനയിലുള്ള കഥാപാത്രമാണ്, കൽപ്പിത കഥാപാത്രങ്ങളാണ്. തോപ്പി കൽപ്പനാജന്യ പ്രതീതി നഹി ഹോത്തെ. പക്ഷേ എങ്കിലും ഇത് ഭാവന നിർഭരമായിട്ടുള്ള ഭാവനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കഥാപാത്രങ്ങളാണെന്ന് നമുക്ക് തോന്നില്ല എന്നാണ്. കാളിദാസ് കെ മാധ്യം സെ ലേഖകോं की स्वतंत्रता, राजसम्मान में लेखक
शासक के रूप में लेखक और लेखक के मानसिक संघर्ष आदि पर രാകേഷ് ने വിചാർ किया है. ഈ കാളിദാസനിലൂടെ ലേഖകരുടെ സ്വാതന്ത്ര്യം, എഴുത്തുകാരുടെ സ്വാതന്ത്ര്യം, രാജ്യസമ്മാനത്തിൽ, അതായത് രാജ്യം ആദരിച്ചു കഴിഞ്ഞാൽ ഉള്ള ലേഖകൻ്റെ അവസ്ഥ, ഭരണാധികാരിയായിട്ട് ഒരു ലേഖകൻ മാറിയാൽ ഉണ്ടാകുന്ന അവസ്ഥ, ലേഖകൻ്റെ മാനസികമായിട്ടുള്ള സംഘർഷം, ഇതിനെപ്പറ്റി ഇതിൽ വിശകലനം ചെയ്തിരിക്കുന്നു. इसके लिए अवलंब के रूप में കാളിദാസ് को चुनना സർവദാ ഔചിത്യപൂർണ്ണ हुआ है. അപ്പോൾ ഒരു ലേഖകൻ്റെ മാനസിക സംഘർഷത്തെ ആശ്രയിക്കാനായിട്ട് കാളിദാസനെ തിരഞ്ഞെടുത്തത് പൂർണ്ണമായിട്ടും ഉചിതം തന്നെയാണ്. പ്രസ്തുത നാടക കാ നായക കാളിദാസ് है. വേഹി നാടക की रीढ़ की हड्डी है. നാടകത്തിൻ്റെ നട്ടൽ അദ്ദേഹമാണെന്നാണ്. ഉൻക ആരംഭകാലീന ജീവൻ അഭാവഗ്രസ്തത. കാളിദാസന്റെ ആദ്യകാല ജീവിതം ദാരിദ്ര്യം കൊണ്ട് നിറഞ്ഞതായിരുന്നു. മൻമോഹിനി പ്രകൃതി കി ഗോതുമേം. മനസ്സിനെ മോഹിപ്പിക്കുന്ന പ്രകൃതിയുടെ മടിത്തട്ടിൽ ഉസ്കെ സൗന്ദര്യ കാ ആസ്വാദൻ കർ. പ്രകൃതിയുടെ സൗന്ദര്യത്തെ ആസ്വദിച്ചുകൊണ്ട് ഉന്നോനെ ജീവൻ ആരംഭിക്കുക, അദ്ദേഹം ജീവിതം ആരംഭിച്ചു. ഉൻകി സ്വതന്ത്രത പർ കിസി പ്രകാർ കാ പർദ നഹി പടാത്ത. അദ്ദേഹം സ്വതന്ത്രമായിട്ട് കാവ്യരചന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ആർക്കും തന്നെ ഒരു മറയിടാനായിട്ട് പറ്റിയിട്ടില്ല. ഉസ് സമയം ഉന്നോനെ ഋതുസംഹാർ ലിഖാത്ത. ആ സമയത്ത് അദ്ദേഹം ഋതുസംഹാരം എന്നുള്ള മഹാകാവ്യം എഴുതി. ഉസ് മനോഹർ കാവ്യക്ക് പ്രശംസ രാജദർബാർ മേ ഭി ഹുയി. ആ ഋതുസംഹാരത്തിനെ രാജസദസ്സിൽ പോലും, ഉജ്ജയിനി രാജസദസ്സിൽ പോലും പ്രശംസിച്ചു. അല്ലെങ്കിൽ ആ കൃതി ഉജ്ജയിനിയിലുള്ള രാജസദസ്സിൽ പോലും പ്രശംസിക്കപ്പെട്ടു. പ്രേരണാ സ്രോത് കെ രൂപമേം ഉൻകെ സാത്ത് മല്ലിക ഥി. ആ കൃതി ഋതുസംഹാരം എഴുതിയതിൻ്റെ പ്രേരണ സൂചകമായിട്ട് അദ്ദേഹത്തോടൊപ്പം മല്ലികയും ഉണ്ടായിരുന്നു. മല്ലികയായിരുന്നു ആ കൃതി എഴുതാൻ കാളിദാസിനെ പ്രേരിപ്പിച്ചത്. വഹ് കാളിദാസ് കി രൂപ്സി പ്രേയസി ഥി. സൗന്ദര്യമുള്ള ഒരു പ്രേയസിയായിരുന്നു അവൾ, കാളിദാസന്റെ പ്രേയസി. മല്ലിക സദാ കാളിദാസ് കി ആരാധനാമേ ലീൻ ഹോക്കർ പ്രോത്സാഹൻ ദേത്തി ഥി. മല്ലിക എപ്പോഴും കാളിദാസനെ ആരാധിച്ചുകൊണ്ട്, കാളിദാസന്റെ ആരാധനയിൽ മുഴുകിയിട്ട് വേണ്ടുവോളം പ്രോത്സാഹനം കൊടുത്തിരുന്നു. മാനസിക ദൃഷ്ടി സെ വഹ് ഉസ്കെ ജീവൻ കാ സ്വർണ്ണകാൽ ഥ. മാനസിക ദൃഷ്ടിയിൽ അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സ്വർണ്ണകാലമായിരുന്നു, സുവർണ കാലഘട്ടമായിരുന്നു. കാരണം അത്രയും സംതൃപ്തിയാണ് അവർക്ക് മനസ്സിലൊക്കെ ഉന്മേഷവും ഉഷാറും സന്തോഷമൊക്കെ ഉള്ള ഒരു സുവർണ കാലഘട്ടമായിരുന്നു അത്. ഹരിണശാവകവും സേ ഭരി പർവ്വതീ ഉപത്യകാമേം വേ വിചരൺ കർ രഹേ ഥേ. മാൻകിടാക്കൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള, മാൻകുട്ടികളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള പർവ്വത താഴ്വരകളിൽ ഇവർ രണ്ടുപേരും വിഹരിച്ചിരുന്നു, ചുറ്റി നടക്കുമായിരുന്നു. ഉൻകി ആസാദീമേ കോയി അടച്ചൻ നഹീദി. അവരുടെ സ്വാതന്ത്ര്യത്തിൽ ആർക്കും ഒരു തടസ്സവും ഉണ്ടാക്കിയില്ല, ആരും ഒരു തടസ്സവും സൃഷ്ടിച്ചില്ല. മല്ലിക സെ കാളിദാസ് കാ പ്രേം ഉസ്കി മാതാ അംബിക കോ പസന്ത് നഹീന്ത. മല്ലികയുമായിട്ടുള്ള കാളിദാസിന്റെ പ്രണയത്തെ അംബികയ്ക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ജീവൻ കെ കാഫി അനുഭവം സെ സമ്പന്ന അംബിക കോ മാലൂതാക്കി കാളിദാസ് ആത്മസീപിത്. ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളുള്ള, എക്സ്പീരിയൻസ് ഉള്ള ഒരു കഥാപാത്രമാണ് ഒരു അംബിക. അപ്പം അംബികയ്ക്ക് അറിയാമായിരുന്നു കാളിദാസൻ ഒരു സെൽഫിഷ് ആണ്. ഈ സംസാർ മേ അപ്പനെ കോ ചോട് ഔർ കിസി സെ ഭി ഉനെ പ്രേം യാ മമത നഹി. ഈ ലോകത്ത് തന്നെ വിട്ടിട്ട് മറ്റാരോടും അയാൾക്ക് പ്രേമമോ സ്നേഹമോ ഇല്ല. ബേട്ടി കെ പ്രേം കോ സംവേദനാസെ അംബിക ദേഖ് നഹി സകി. അതുകൊണ്ട് ഒരു അനുകമ്പയോടുകൂടി, നല്ലൊരു കാര്യമാണ് മകൾ കാളിദാസനെ ഇഷ്ടപ്പെടുന്നത് എന്നുള്ള ആ ഒരു ഉദാരതയോടുകൂടി, ഔദാര്യത്തോടുകൂടി, ഒരു സിമ്പതിയോടുകൂടി അംബികയ്ക്ക് ആ പ്രേമത്തെ കാണാൻ കഴിഞ്ഞില്ല. തോഭി കാളിദാസ് കേലിയ മല്ലിക ജീവിത രഹി. എന്നിരുന്നാലും കാളിദാസിന് വേണ്ടി മല്ലിക ജീവിച്ചു. അതിനിടയ്ക്ക് അവൾക്ക് ആ വിവാഹാലോചനയൊക്കെ വന്നല്ലോ, പക്ഷെ അതിനെയൊക്കെ എന്ത് ചെയ്തു, അവൾ തട്ടിമാറ്റി. ഉൻകെ കാവ്യ ജീവൻ കി പ്രേരണാബിനി. അങ്ങനെ കാളിദാസന്റെ കാവ്യ ജീവിതത്തിന്റെ പ്രേരക ശക്തിയായിട്ട് അവൾ മാറി. മല്ലിക കി ചിത്തവൃത്തിയാം സാധ്യവിധി. മല്ലിക എങ്ങനെയുള്ളവളാണ്? അവളുടെ
മാനസിക ഭാവങ്ങളൊക്കെ വളരെ വളരെ സൽഗുണസമ്പന്നം ആയിരുന്നു. മനസ്സ് സൽഗുണസമ്പന്നമായിരുന്നു. ഇസ്ലീഹി ഉസ്നെ കാളിദാസ് കോ രാജകവി ബന്നെ കാഗ്രഹിക്കുക. അതുകൊണ്ടാണ് അവൾ കാളിദാസനോട് എന്ത് പറഞ്ഞു? നിങ്ങൾ എത്രയും പെട്ടെന്ന് രാജകവി ആകണം എന്ന് നിർബന്ധിച്ചത്. കാരണം അവൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, അതിനെയൊക്കെ നിരുത്സാഹപ്പെടുത്തിയിട്ട് അവളെ വിവാഹം കഴിച്ച് അവിടെ താമസിക്കാനേ പറയുള്ളൂ. പക്ഷെ ഇവിടെ അതല്ല, അയാളെ രാജകവിയാക്കാനായിട്ട് നിർബന്ധിച്ചു. രാജദർബാർമേ കാളിദാസ് സമ്മാനിത് ഹുയി. രാജകൊട്ടാരത്തിൽ കാളിദാസൻ അലങ്കരിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവിടെ പോയിട്ട് അദ്ദേഹത്തിന് ആദരവ് കിട്ടി. രാജദുഹിത എന്ന് പറഞ്ഞാൽ രാജകുമാരി എന്നാണ്. രാജദുഹിത പ്രിയങ്കു മഞ്ചരീസെ ഉന്നോനെ വിവാഹം കിയ. കാളിദാസൻ പ്രിയങ്കു മഞ്ചരിയെ വിവാഹം കഴിച്ചു, രാജകുമാരിയായിട്ടുള്ള. ഫിർ മല്ലികാക്കോ ദേഖ്നെ നഹീം ആയി. പക്ഷേ തൻ്റെ പ്രേരക ശക്തിയായിട്ടുള്ള മല്ലികയെ കാണാൻ വേണ്ടി അയാൾ വന്നതേയില്ല. ധീരെ ധീരെ ബേ കാശ്മീർ കെ ശാസക് ഹുയെ മാതൃഗുപ്ത് കെ നാംസെ. പിന്നീട് മെല്ലെ മെല്ലെ കാശ്മീരിലെ ഭരണാധികാരിയായി, മാതൃഗുപ്തൻ എന്നുള്ള പേരിൽ. കാശ്മീർ ജാനെ കെ പഹലെ വേ പ്രിയങ്കു കെ സാത്ത് പുരാനെ പർവ്വത പ്രദേശിക്ക് ഓർ ആയി. കാശ്മീരിൽ പോകുന്നതിന് മുമ്പ് തൻ്റെ ഭാര്യയോടൊപ്പം എന്ത് ചെയ്തു? പഴയ പർവ്വത പ്രദേശത്തേക്ക് അയാൾ വരികയാണ്. മല്ലികാസെ ഉൻകി ഭേണ്ടി നഹി ഹുയി. പക്ഷേ നിർഭാഗ്യവശാൽ മല്ലികയെ അയാൾ കാണുന്നില്ല. ഇസ് പറുസെ ദുഃഖിത. ഇതിൽ മല്ലികയ്ക്ക് വളരെയധികം സങ്കടമുണ്ടായി. കാളിദാസ് മാതൃഗുപ്ത് ഹോഗയെ വേ ശാസക് കെ രൂപമേ കുച്ച് സമയ കാശ്മീർ രഹെ. മാതൃഗുപ്തൻ എന്നുള്ള പേരിൽ ഭരണാധികാരിയായിട്ട് കുറച്ചുനാൾ കാശ്മീരിൽ താമസിച്ചു. രാജസത്താസെ ഉൻകാ മൻ ഊബുഢ. പക്ഷേ രാജകീയ ഭരണം, ആ അധികാരം അയാളുടെ കയ്യിൽ കിട്ടിയപ്പോൾ അയാളുടെ മനസ്സിന് വളരെയധികം മുഷിപ്പ് തോന്നുകയാണ് ഉണ്ടായത്. മനസ്സ് മടുത്തു. ഇത്തനമേ കുമാരസംഭവ്, മേഘദൂത്, രഘുവംശ് ജൈസി വിശ്വോത്തർ രചനാവോ കാ പ്രണയൻ കാളിദാസിനേക്ക്. അതിനിടയിൽ അദ്ദേഹം എന്ത് ചെയ്തു? കുമാരസംഭവം, മേഘദൂതം, രഘുവംശം തുടങ്ങിയ വിശ്വോത്തരമായിട്ടുള്ള രചനകളെ അദ്ദേഹം രചിച്ചു. രാജാശ്രയമേ വേ ഉത്തം രചനായി നഹി ലിഖ് സകേത്തെ. രാജാശ്രയത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് നല്ല രചനകൾ നടത്താൻ സാധിച്ചിരുന്നില്ല. അഗർ കലാകാർ പർ അസ്വതന്ത്രത അഥവാ നിയന്ത്രൺ ആവേത്തു. ഒരു കലാകാരനിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും അയാളിൽ നിയന്ത്രണം ചെലുത്തുകയും ചെയ്യുകയാണെങ്കിൽ ഉൻകി പ്രതിഭ കുണ്ഠിത് ഹോ ചലേഗി. അയാളുടെ ആ കവിപ്രതിഭ മന്ദീഭവിച്ചു പോവും, നഷ്ടപ്പെട്ടു പോവും. കലാകാർക്ക് മൻകോ ആകാശ് കെ സമാൻ സ്വതന്ത്ര മിൽനെ ചാഹി. കലാകാരൻ്റെ മനസ്സെന്ത് ചെയ്യണം? ഒരു ആകാശത്തെ പോലെ സ്വാതന്ത്ര്യം കിട്ടണം. അയാളുടെ മനസ്സ് പൂർണ്ണമായിട്ട് സ്വതന്ത്രമായിരിക്കണം. ഈ സ്ഥലത്തേക്ക് ഓർ രാകേഷ് സംഗീത് കർത്തേഹ്. ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് നാടകകൃത്ത് വിരൽ ചൂണ്ടുന്നത്. കാളിദാസ് കെ ഉദാഹരൺ സെ ഇസെ സ്പഷ്ട ഭി കിയാ ഹെ. കാളിദാസൻ എന്നുള്ള ഉദാഹരണത്തിലൂടെ ഇതിനെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ശാസക് ഹോനെ കെ ബാദ് കാളിദാസ് മാനസിക സംഘർഷവും കെ ഭംബർ മേം പടെ. മാനസിക സംഘർഷങ്ങളുടെ ചുഴിയിൽപ്പെടുകയാണ് ചെയ്തത്. ഭംബർ എന്ന് പറഞ്ഞാൽ ചുഴി. ഈ സമുദ്രത്തിലൊക്കെ കാണില്ലേ ചുഴി എന്ന് പറയില്ലേ, ഭരണാധികാരി ആയതിനു ശേഷം കാളിദാസൻ മാനസിക സംഘർഷങ്ങളുടെ ചുഴിയിൽപ്പെട്ടു. ഉൻകി ശാന്തി കാ ഭംഗ് ഹുവ. അദ്ദേഹത്തിന് സമാധാനം നഷ്ടപ്പെട്ടു. വേ ശാസൻ സെ ഊബുഠെ. ഭരണം അദ്ദേഹത്തിന് മുഷിപ്പായിട്ട് തോന്നി. സച്ചേ കലാകാർ ബഡ രാജനീതിക്ക് നഹി ഹോ സക്ത. ഒരു യഥാർത്ഥ കലാകാരന് ഒരു രാഷ്ട്രീയക്കാരനാവാനായിട്ട് പറ്റില്ല. നമ്മുടെ ഇപ്പം നോക്കൂ, ഒരുപാട് ഇന്നത്തെ എം പിമാരും എം എൽ എമാരും ഒക്കെ ചില ആൾക്കാരൊക്കെ പിന്നെന്ത് ചെയ്തു? കലാകാരന്മാരാണ് അല്ലേ? നമുക്ക് കേരളത്തിൽ തന്നെ എടുത്ത് നോക്കിയ ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാർ കലാകാരനാണ്. പക്ഷെ അയാളിപ്പം രാഷ്ട്രീയക്കാരനും കൂടിയാണ്. ഇപ്പം ഇവിടെ ലേഖകൻ പറയുന്നത് യഥാർത്ഥ കലാകാരന് ഒരിക്കലും നല്ലൊരു രാഷ്ട്രീയക്കാരനാവാൻ പറ്റില്ല. കിംവദന്തിയ ഫൈലിക്ക് കാളിദാസ് സന്യാസ് ലേക്കർ കശ്മീർ ചലേ. കാളിദാസൻ സന്യാസം സ്വീകരിച്ച് കാശ്മീരിൽ പോയി എന്ന് ആൾക്കാർ പറഞ്ഞ് ഉണ്ടാക്കി. ഖൈർ രാജ്യാധികാർ സെ മുക്ത് ഹോക്കർ കാളിദാസ് സ്വതന്ത്ര കലാകാർ ബന്ന ചാഹത്ത ഹൈ. എന്നിരുന്നാലും അങ്ങനെയുള്ള കിംവദന്തി ഉണ്ടെങ്കിൽ കൂടിയും രാജ്യാധികാരത്തിൽ നിന്ന് മോചിതനായിട്ട് കാളിദാസൻ സ്വതന്ത്രനായിട്ടുള്ള ഒരു കലാകാരനാവാൻ ആഗ്രഹിച്ചു. തസല്ലി കെലിയവേ അപ്പനെ പുരാനെ ഗാവാത്തെ. തസല്ലി എന്ന് പറഞ്ഞാൽ ആശ്വാസം. ആശ്വാസത്തിന് വേണ്ടി അദ്ദേഹം തൻ്റെ പഴയ ഗ്രാമം, ഇവിടെ ചന്ദ്രക്കലയും പുള്ളിയുണ്ട് കേട്ടോ, അദ്ദേഹം തൻ്റെ പഴയ ഗ്രാമത്തിലേക്ക് വരുന്നു. ഗോപി ആഷാടുക്ക ഏക് ദിൻ ഥ. അയാൾ വന്നതും
ഒരു ആഷാഢത്തിലെ ദിവസമായിരുന്നു. പകലെ ഐസെ ഏക് ദിൻ ഉൻകാ മധുര മിലൻ ഹുവാത്ത. തുടക്കത്തിൽ ഒരു ആഷാഢത്തിലെ ഒരു ദിവസത്തിലായിരുന്നു അവർ മധുരമായിട്ട് സംഗമിച്ചത്. നിദാൻ അന്തുമേം അവസാനം ആഷാഢ് കെ ദിൻ ചിരവിരഹി പോകുക. ആഷാഢ് ദിവസം എന്ത് ചെയ്തു? അവർ എന്നത്തേക്കുമായിട്ട് പിരിയുകയും ചെയ്തു. കാളിദാസ് കാ മൻ സംഘർഷവും സേ ടൂട്ടാത്ത. കാളിദാസന്റെ മനസ്സ് സംഘർഷങ്ങൾ കൊണ്ട് തകർന്നു. പലതരത്തിലുള്ള സംഘർഷങ്ങളാൽ കാളിദാസന്റെ മനസ്സ് തകർന്നു. ഉസേ പതാ ചലാക്കി മല്ലിക വിലോം കി പത്നി और एक बच्ची की മാതാ ബനി. അപ്പം അയാൾക്ക് മനസ്സിലായി മല്ലിക വിലോമിൻ്റെ ഭാര്യയാണ്, ഒരു കുഞ്ഞിൻ്റെ അമ്മയുമാണ്. കാളിദാസ് അപ്പനേക്കോ ഉസ് വാതാവരൺ മേ പാക്കർ കിങ് കർത്തവ്യ വിമൂഢ് ഹോ ഗയി. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിയപ്പോൾ അയാളാകെ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് മാറി. ആകെ ഒരു കൺഫ്യൂഷൻ അയാളുടെ മനസ്സിലുണ്ടായി. ബച്ചി രോ രഹി തി ഉസേ ഉഠാനെ മല്ലിക കമരേക്കെ അന്തർ ഗയി. അന്തറാണ് ദയാന്നിരുന്നതാ കേട്ടോ. കുഞ്ഞ് കരയായിരുന്നു, അതിനെടുക്കാനായിട്ട് മുറിക്കുള്ളിലേക്ക് പോയി. ഫിർ ബച്ചിക്കോ ഉടാക്കർ ബാഹറായി തോ ഉസ്നെ ദേക്ക കാളിദാസ് കഹി ചലേ ഗയി. കുഞ്ഞിനെ എടുത്തോട്ട് പോയി. പുറത്തേക്ക് വന്നപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് കാളിദാസൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പനെ അന്തർ ദ്വന്ദ്വോം കോ വേ സഹിനഹീം സത്യ. തൻ്റെ മാനസിക സംഘർഷങ്ങളെ അയാൾക്ക് സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. ആശ്വാസൻ കേലിയെ കാളിദാസ് വിശ്വപ്രകൃതിക്ക് ഓർ ചലേ. ഒരാശ്വാസത്തിന് വേണ്ടി തൻ്റെ പ്രിയതമ മറ്റൊരാളിൻ്റെ സ്വത്തായി എന്ന് മനസ്സിലായപ്പോൾ സ്വയം ആശ്വസിക്കാനായിട്ട് കാളിദാസൻ ലോകമാകുന്ന ആ പ്രകൃതിയിലേക്ക്, വിശ്വപ്രകൃതിയിലേക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം അടുത്ത വീഡിയോയിൽ വായിക്കാം കേട്ടോ.